അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വറസലുഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لأماناتهم وعهدهم راعون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രതിവാര പഠന പരിപാടിയുടെ സാധാരണ പോലെയുള്ള ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. വളരെയധികം സഹോദരങ്ങൾ നമ്മുടെ പരിപാടിയിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഈ പരിപാടിയിലുണ്ട്. കാരണം ഞാൻ ഈ പരിപാടിയിൽ പല മാസങ്ങളിലും പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ മതപരമായ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യാനും ഒത്തുകൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം ആയുസ് നൽകുമാറാവട്ടെ. ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ CP അഹമ്മദ് സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞത്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ ഖലാഇന് അദ്ദേഹം വിധേയമായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ ക്ലാസ്സുകളിൽ കൃത്യമായിട്ടുള്ള വിഷയങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഠന ക്ലാസ്സിൻ്റെ സ്വഭാവമാണ് നമ്മുടെ ഈ ക്ലാസ്സിനുള്ളത്. ദീർഘമായ ഒരു പ്രഭാഷണമല്ല ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് വളരെ ചുരുങ്ങിയ നേരത്ത് ചില കാര്യങ്ങൾ കേൾക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. അമാനത്ത് എന്ന പദമാണ് വിഷയമെന്ന് ബഹുമാന്യനായ അലി മാസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. ആ പദത്തിൻ്റെ അർത്ഥമറിയാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. വിശ്വസ്തമായ മനുഷ്യൻ്റെ സമീപന രീതിക്കാണ് അമാനത്ത് എന്ന് പറയുന്നത്. ഒരു മുഅ്മിനിൻ്റെ ലക്ഷണങ്ങളിൽ അതിപ്രധാനമായ ഒന്ന് അമാനത്താണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഉത്തരവാദിത്വമെന്നും പറയാൻ സാധിക്കും. ഉത്തരവാദിത്വവും വിശ്വസ്തതയും ഉണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണമായ അമാനത്തിൻ്റെ ആശയത്തിലേക്ക് വരുന്നത്. ഇത് രണ്ടുമില്ലാത്ത ഒരവസ്ഥ ഒരു പ്രവർത്തനത്തിലും ഒരു മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളായിരുന്നാലും ആ പ്രവർത്തനത്തിന് മികവുണ്ടാകുന്നത് ആ പ്രവർത്തനത്തെ മനുഷ്യ സമൂഹത്തിൽ അംഗീകൃതമാക്കി മാറ്റുന്നത് വിശ്വസ്തമായ രൂപത്തിൽ ആ കാര്യം ചെയ്യുമ്പോഴാണ്. വിശ്വസ്തമായ രൂപത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കുമ്പോഴാണ് ഏതൊരാളും തൻ്റെ ദൗത്യം നിർവഹിച്ചവനായി തീരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. സ്വർഗം അനന്തരമെടുക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ അടിമകളെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ, ഗുണങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞു, വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. അവർ
അവരുടെ ഉത്തരവാദിത്വങ്ങളും അതുപോലെ തന്നെ കരാറുകളും കൃത്യമായി ശ്രദ്ധിക്കുന്നവരാണ്. അമാനത്തുകൾ കൃത്യമായി പരിഗണിക്കുന്നവരാണ്. കരാറുകൾ കൃത്യമായി അവർ അംഗീകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രതിഫലം ഫിർദൗസ് എന്ന സ്വർഗമാണ് എന്ന് ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ നമ്മെ ധരിപ്പിക്കുന്നത് വായിക്കാൻ സാധിക്കും. എന്താണ് ഇത്രമാത്രം അതിന് പ്രാധാന്യമുള്ളത്? വിശ്വസ്തത എന്ന് പറയുന്ന ആ ഒരു ഘടകം ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനം ഒരാളും അംഗീകരിക്കുന്നില്ല. എല്ലാവരും പറയും അതൊരു അമാനത്താണ്. ഈ ക്ലാസ്സിന് ഞാനിവിടെ വന്നത് ഒരു അമാനത്താണ്, കാരണം എന്നെ ക്ഷണിച്ച ഞാനിവിടെ വരൽ ഒരു അമാനത്താണ്. നിങ്ങൾ വന്നത് ഒരു അമാനത്താണ്. നിങ്ങൾക്കറിയാം ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ട്, അത് വിചിന്തനത്തിൽ അല്ലാത്ത രൂപത്തിലും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതിൽ പങ്കെടുക്കണമെന്നുള്ള കാര്യം ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്. ഈ പ്രപഞ്ചത്തിൽ ഏതൊരു കാര്യങ്ങളും അമാനത്തായി അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ച കാര്യങ്ങളാണ്. ആ അമാനത്തിൽ വീഴ്ച വരുത്താത്ത ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. അമാനത്തിനെക്കുറിച്ച് ബോധമുള്ള ആളുകളാണ് മനുഷ്യരെന്ന് പറയുന്നത്. അതിനിപ്പോൾ ഉത്തരവാദിത്വ ബോധമെന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് എല്ലാ മതങ്ങളുടെയും ധാർമ്മികമായ അടിത്തറകളിൽ ഉണ്ടാകുന്ന ഒരു കർമ്മമാണ്. എവിടെ നോക്കിയാലും അമാനത്തുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇടപാടിൽ അമാനത്തുണ്ട്. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇടപാടിൽ അമാനത്തുണ്ട്. ഭരണാധികാരി ഭരണീയൻ തമ്മിലുള്ള ഇടപാടുകളിൽ അമാനത്തുണ്ടായിരിക്കണം. അങ്ങനെ ഏതൊരു വ്യക്തിയുമായി നമ്മൾ ബന്ധപ്പെടുന്നു അവിടെയൊക്കെ തന്നെ അനിവാര്യമായ ഏറ്റവും ശക്തമായ അടിസ്ഥാനപരമായ ഗുണം അമാനത്ത് എന്ന് പറയുന്ന വിശ്വസ്തമായ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിലുള്ള ഈമാനാണ് ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ബേസ് എന്നുള്ളതാണ് മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആ ബേസ് ഇല്ലെങ്കിൽ പിന്നെ പരിഗണിക്കാൻ കഴിയില്ല. തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയെ പഠിപ്പിക്കണമെന്ന് അധ്യാപകന് തോന്നുന്നത് 3-ാം ദിവസം മാസത്തിൽ 5-ാം തീയതി ശമ്പളം കിട്ടുമെന്നുള്ള ധാരണക്കപ്പുറത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് ഈ കുട്ടി എന്ന് പറയുന്ന ബോധമുണ്ടാകുമ്പോഴാണ് ആ അധ്യാപകൻ ഏറ്റവും നല്ല അധ്യാപകനായി മാറുന്നത്. തൻ്റെ മുന്നിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് കൃത്യമായി വാല്യുവേഷൻ നടത്തി മാർക്കിട്ട് കൊടുക്കണമെന്ന് ബോധമുണ്ടാകുന്നത് ആ കുട്ടികൾ റിവാല്യുവേഷന് കൊടുത്തിട്ട് വീണ്ടും എന്നെ നിശ്ചയിക്കുകയില്ല എന്ന ഭയമല്ല. റിവാല്യുവേഷന് കൊടുത്താൽ 15 75 മാറും, അതുകൊണ്ട് ഞാൻ ശരിക്കും നോക്കണം പേപ്പർ എന്നുള്ള ചിന്താഗതിയല്ല, മറിച്ച് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. ആ അധ്യാപകൻ പേപ്പർ വാല്യൂ ചെയ്യുന്നത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ഈ വാല്യുവേഷൻ എന്നുള്ള കൃത്യമായ ബോധമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുകയാണ്. ആ രോഗിക്കൊന്നും അറിയില്ല. ആ രോഗിക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുന്നത് അറിവുള്ള ഡോക്ടറാണ്. ഈ ഡോക്ടർ രോഗിക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോൾ ആ രോഗത്തിനുള്ള മരുന്നിനപ്പുറത്ത് തന്നെ നിശ്ചയിച്ച ഹോസ്പിറ്റലിന് പണമുണ്ടാക്കണമെന്ന ചിന്താഗതിയിൽ അദ്ദേഹം മരുന്ന് കുറിക്കുകയാണെങ്കിൽ ആ രോഗിയോടുള്ള അമാനത്ത് ആ ഡോക്ടർ നിർവഹിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. എന്നെ നിശ്ചയിച്ച ആ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലെ മാനേജർ ഓരോ ദിവസവും ഇത്രയധികം കേസുകൾ ഉണ്ടാക്കണമെന്നത് അടിസ്ഥാനത്തിൽ, ഇത്ര ഓപ്പറേഷൻ ഉണ്ടാവണമെന്ന അടിസ്ഥാനത്തിൽ, ഇന്ന മരുന്ന് എഴുതണമെന്നുള്ള മരുന്ന് കമ്പനികളുടെ അടിസ്ഥാനത്തിൽ ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ, മരുന്ന് കുറിക്കുകയാണെങ്കിൽ ആ ഡോക്ടർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസമില്ല, അമാനത്തില്ല. മറിച്ച് അയാൾ ജോലി ചെയ്യുന്നത് മാനേജ്മെന്റിന് വേണ്ടിയാണ്. തൻ്റെ മുന്നിൽ വരുന്ന സുന്ദരിയായ രോഗിയെ പരിശോധിക്കുമ്പോൾ ആ രോഗിണിയെ പരിശോധിക്കുന്ന നേരത്ത് അവളുടെ മറ്റൊന്നും പരിശോധിക്കാൻ പാടില്ല, അവിടെ പരതാൻ പാടില്ല എന്ന ബോധം ഒരു ഡോക്ടർക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ചും ആ പെൺകുട്ടിയെ ഒരുപക്ഷെ അനസ്തീഷയ്ക്ക് വിധേയമാക്കിയിട്ടാണ് പരിശോധിക്കുന്നതെങ്കിൽ അവളുടെ നോക്കാൻ പാടില്ലാത്ത ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല എന്ന് ഡോക്ടർക്കുണ്ടാകുന്ന തോന്നല് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഡോക്ടർ രോഗിയെ പീഡിപ്പിച്ചു, അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു നമ്മൾ കേൾക്കുകയാണ്. മെനയാന്ന് വായിച്ചു, ഉത്തർപ്രദേശിലെ ഒരു നെറ്റ് പരീക്ഷ നടക്കുന്ന ഒരു സെൻ്ററുണ്ട്. ആ നെറ്റ് പരീക്ഷ നടക്കുന്ന ആ സെൻ്ററിൽ എല്ലാ ആളുകളും ജയിക്കുകയാണ്, എല്ലാ കുട്ടികളും ജയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അധികം ആളുകളും പാസ്സാവുന്നു. അതിനപ്പുറത്തുള്ള ആളുകൾക്ക് പിന്നെ UGCയിലെ ഏറ്റവും ഉയർന്ന മാർക്കുകൾ ലഭിക്കുകയാണ്. നേരെ മറിച്ച് അതേ പരീക്ഷയിൽ കേരളത്തിലുള്ള കുട്ടികൾ 4 പേര് മാത്രമാണ് ജയിച്ചത്. ഇംഗ്ലീഷ് പരീക്ഷയാണത്. എന്താ കാരണം? അവിടെ ചോദ്യം ചോർത്തിക്കൊടുത്ത് കൃത്യമായി അത് പരിശോധിക്കാൻ ആളില്ലാതെ കുട്ടികൾ പരീക്ഷ എഴുതിപ്പിക്കുകയാണ്.
എന്താ സംഭവിച്ചത്? അമാനത്ത് ഇല്ലാതായി മാറിയപ്പോൾ അവിടെ എല്ലാവരും ജയിച്ചു, നമ്മുടെ കുട്ടികൾ പരാജയപ്പെട്ടു. ഇതിനിപ്പോൾ നിയന്ത്രിക്കുന്നത് എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, വേറെ ഒരാളുമല്ല. ഞാൻ ആ കുട്ടികൾക്ക് കൃത്യമായി മാർക്ക് കൊടുത്താൽ അള്ളാഹു അറിയും അത് അവിഹിതമായ മാർക്കാണ് എന്നുള്ള ബോധമുണ്ടാക്കുന്ന അടിസ്ഥാനം വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹദിഹിം റാഊൻ. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും പരിശോധിക്കാം. ഇതാണ് ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യം. ഏത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ മുഴുവൻ ആളുകളുടെയും ആത്മാവ് ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലമുണ്ട്. അതിന് പറയുന്ന പേര് ആലമുൽ അർവാഹ് എന്നാണ്. ആത്മീയമായ ആത്മാവുകൾ സന്നിഹിതമായ സംഗമിച്ച ഒരു ലോകമാണത്. ആ ആത്മീയ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ വരാൻ പോകുന്ന ഓരോ മനുഷ്യന്റെയും റൂഹിനോട് ചോദിച്ചു, ആത്മാവിനോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് ചോദിക്കുകയും അള്ളാഹുവിൻ്റെ റബൂബിയത്ത് അംഗീകരിക്കുകയും വഹദാനിയത്ത് അംഗീകരിക്കുകയും ചെയ്ത ലോകത്തുള്ള എല്ലാ മനുഷ്യരും, നമ്മുടെ ആത്മാവുകൾ അതിൽ പങ്കെടുത്തു. ഈ ലോകത്തിന് വരാനുള്ള മുഴുവൻ ആത്മാവുകളും പങ്കെടുത്ത കാര്യമാണത്. അതെന്താണ് അവിടെ വെച്ച് നടന്നത്? അള്ളാഹുവുമായുള്ള ശക്തമായ ആത്മാവുകളുടെ അമാനത്തേറ്റുവാങ്ങലാണ് ചെയ്തത്. ആ അമാനത്താണ് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല വിശദീകരിച്ചത്. ഇന്നാ അറദനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂല. ഈ അമാനത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹിൽ വെച്ച്, ആത്മീയ ലോകത്ത് വെച്ച് ആത്മാവുകളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തത്. അല്ലാഹു പറയാണ്, ഇന്നാ അറദനൽ അമാനത അലസ് സമാവാതി വൽ അർളി, നിശ്ചയമായി ഞാൻ നാം അമാനത്തിനെ, ഉത്തരവാദിത്വ ബോധത്തെ എവിടെ കാണിച്ചു കൊടുത്തു? ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ച ഏറ്റവും വലിയ ആകാരമുള്ള, ഏറ്റവും വലിയ അവസ്ഥയുള്ള, ഏറ്റവും വലിയ രൂപമുള്ള ആകാശഗോളങ്ങൾക്കും വൽ അർളി വൽ ജിബാൽ, അതുപോലെ തന്നെ ഭൂമിക്കും പർവ്വതങ്ങൾക്കും അല്ലാഹു തആല ഈ ഉത്തരവാദിത്വം ഏൽക്കാൻ സാധിക്കുമോ എന്ന് അല്ലാഹു തആല ചോദിച്ചു. ആരോട് ചോദിച്ചു? ആകാശങ്ങളോട് ചോദിച്ചു, കോടിക്കണക്കിന് നക്ഷത്രങ്ങളോട് ചോദിച്ചു, സൗരയൂഥങ്ങളോട് ചോദിച്ചു, ഗാലക്സികളോട് ചോദിച്ചപ്പോൾ അവരൊക്കെ എന്ത് പറഞ്ഞു? പറയട്ടെ. പിന്നെ ആരുടെ മുന്നിൽ അത് കാണിച്ചു കൊടുത്തു? ഭൂമിയുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു, പർവ്വതങ്ങളുടെ കാണിച്ചു കൊടുത്തു. ഫഅബൈന അൻ യഹ്മിലഹാ, അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്ന അമാനത്ത് ഏറ്റെടുക്കാൻ ഈ അചേതന വസ്തുക്കൾ വിസമ്മതിച്ചു. എന്താ കാരണം? വാഷ്ഫഖന മിൻഹാ, അവരൊക്കെ ഭയപ്പെട്ടു പോയി. പടച്ചവൻ ഏൽപ്പിക്കുന്ന കാര്യം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ള സൂര്യഗോളങ്ങളും അതുപോലെയുള്ള നക്ഷത്രങ്ങളും ഭയപ്പെട്ടു വന്നാ പറയുന്നത്. പിന്നെ ആരേറ്റെടുത്തു? എന്തേറ്റെടുത്താലും ഒരു പ്രശ്നവുമില്ല, എല്ലാം എനിക്കൊരു പുല്ലാണ്, ഞാൻ എന്തും ഏറ്റെടുത്തോളാം എന്ന് വെക്കുന്ന ആളാരാണ്? അവൻ മനുഷ്യനാണ്. അല്ലാഹു പറയാ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് വളരെ കൂളായിട്ട് ഏറ്റെടുത്തു. നമ്മൾ ആലോചിക്കണം, ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു സൃഷ്ടിച്ച് അവൻ്റെ കഴിവുകൾക്കനുസരിച്ച് മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രഗോളങ്ങളുണ്ട്, ആകാശങ്ങളുണ്ട്, ഭൂമിയുണ്ട്, പർവ്വതങ്ങളുണ്ട്. അതൊന്നും അമാനത്തേറ്റെടുത്തില്ല. കാരണം എന്താ? റബ്ബിൻ്റെ അമാനത്തേറ്റെടുത്താൽ അത് നിർവഹിക്കാൻ സാധിക്കുമോ എന്നുള്ള ഭയം, എന്നുള്ള ഭീതി ആ അചേതന വസ്തുക്കളെ പിടികൂടുകയാണ്. വഹമലഹൽ ഇൻസാൻ, മനുഷ്യനേറ്റു. അല്ലാഹു പറയാ ഇന്നഹു കാന ളലൂമൻ ജഹൂല, ഏറ്റ മനുഷ്യൻ അവനോട് തന്നെ അങ്ങേയറ്റം അക്രമം കാണിക്കുന്നവനും കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയാത്ത ഏറ്റവും വലിയ പടുവിഡ്ഢിയുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പടുവിഡ്ഢിയാണ് എന്ന് അല്ലാഹു പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചാണ്. എന്നാൽ നമ്മൾ പടുവിഡ്ഢിയാണോ? അല്ല. ഈ അമാനത്ത് കൃത്യമായി അല്ലാഹു പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ നമ്മൾ വിഡ്ഢികളല്ല, മറിച്ച് നാം ഹിൽമുള്ളവരാണ്, നാം വിവേകമുള്ളവരായി മാറുകയാണ്. അതെന്താണ്? പടച്ചവനെക്കുറിച്ചുള്ള, പരലോകത്തെക്കുറിച്ചുള്ള, കൽപ്പനയെക്കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖുർആൻ പറഞ്ഞല്ലോ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആ വിജയത്തിൻ്റെ മാനദണ്ഡമാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. അതിനൊന്ന് ഒരു കൃത്യം പരിധി നിശ്ചയിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അമാനത്തിന് വിശ്വസിച്ചേൽപ്പിച്ച വസ്തു എന്ന് പറയാം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഒരു വിശ്വസിക്കേൽപ്പിക്കപ്പെട്ട വസ്തുവാണ്, ഒരു അമാനത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മഹാനായ പ്രവാചകൻ പറഞ്ഞു, കുല്ലുക്കും റാഅ് വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. ഓരോ ഭരണാധികാരിയും തൻ്റെ പ്രജകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നവനാണ്. പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓരോരുത്തരെയും വിശദീകരിച്ചു. അതിൽ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, പിതാവുണ്ട്, മകനുണ്ട്, മക്കളുണ്ട്, ഭരണാധികാരിയുണ്ട്, ഭരണീയരുണ്ട്. ലോകത്ത് ആരൊക്കെ ഉത്തരവാദിത്വമുണ്ടോ അവരെ പറ്റിയൊക്കെ പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു, അവരൊക്കെ തന്നെ തൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പടച്ചവൻ്റെ മുന്നിൽ ചോദിക്കപ്പെടുന്നവരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ മുന്നിൽ വരുന്ന ഒരു രോഗിക്ക് അനാവശ്യമായ മരുന്നെഴുതാൻ ഒരു ഡോക്ടർക്ക് കഴിയില്ല, അവിടെ ചോദിക്കപ്പെടും. എൻ്റെ മുന്നിൽ വരുന്ന ഒരു രോഗി അവൻ ഓപ്പറേഷന് വിധേയമാവേണ്ടവനല്ല, മരുന്ന് മാത്രം മതി അവന് എന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് ഓപ്പറേഷൻ എഴുതി കൊടുക്കാൻ മാനേജ്മെൻറ്റിന് വേണ്ടിയോ കമ്പനികൾക്ക് വേണ്ടിയോ എഴുതി കൊടുക്കാൻ ഒരു മുസ്ലിം ബിഷഗ്വരൻ തയ്യാറാവുകയില്ല. കാരണം വഇന്നഹു മസ്ഊലുൻ മൻ റഇയതിഹി, തൻ്റെ മുന്നിലുള്ള പ്രജ ആരാണ്? ഈ പ്രജ, രോഗിയാണ് പ്രജ, ചോദിക്കപ്പെടുമെന്ന ബോധമാണ്. ഇങ്ങനെയുണ്ടാകുമ്പോഴല്ലേ ജീവിതം നന്നാവുന്നത്, സമൂഹം നന്നാവുന്നത്. ഹിജറ 18-ാം വർഷത്തിൽ നമ്മളത് കാണുകയാണ്. ഭരണാധികാരികൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന അത്യുഗ്രമായ ജാഗ്രത, അത്യുന്നതമായ ജാഗ്രത. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മുസ്ലിം ഭരണകൂടത്തിൻ്റെ ഭരണാധിപനാണ്. നമ്മൾ ആലോചിക്കണം, ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ഇന്നിപ്പം ഇലക്ഷൻ കഴിഞ്ഞ സമയമാണല്ലോ. നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരുണ്ടാവും, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആലോചിച്ച് നോക്കുക. എക്സിറ്റ് പോൾ പല തീരുമാനങ്ങളും പല റിസൾട്ടുകളും നൽകി, ശരിയോ നമുക്കറിയാൻ പറ്റില്ല. 10 കൊല്ലം കൃത്യമായി രാജ്യം ഭരിച്ച ഒരു ഭരണകൂടത്തിൻ്റെ ഭരണാധികാരി തൻ്റെ ഭരണ നേട്ടങ്ങൾ പ്രതിപക്ഷത്തുള്ള ആളുകൾ പറഞ്ഞു നിരത്തുന്ന പോലെ നമ്മുടെ മുന്നിൽ ഈ ഇലക്ഷനിൽ നിരത്തിയിട്ടുണ്ടോ? ഉണ്ടോ? കൃത്യമായി രാജ്യത്തെ ഭരിച്ച 10 കൊല്ലം രാജ്യം ഭരിച്ച ഒരു വ്യക്തി ഇന്നതാണ് എൻ്റെ നേട്ടം, ഇന്നതാണ് എൻ്റെ നേട്ടം എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ആ വിഭാഗം പ്രതീക്ഷിക്കുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ ഇളക്കിമറിഞ്ഞ, അല്ലെ അവരുദ്ദേശിക്കുന്ന പ്രധാനമന്ത്രി പ്രചരണത്തിൽ രാജ്യത്തെ ഇളക്കിമറിച്ച പോലെ എൻ്റെ നേട്ടങ്ങളിൽ നിന്നൊക്കെയാണ് ജനങ്ങളെ, ഭാരതീയരെ എന്ന് പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് സാധിച്ചോ? നിങ്ങൾ വിലയിരുത്തണം, ഞാൻ വിലയിരുത്തണം. പരാജയ ജയങ്ങളെപ്പറ്റിയോ രാഷ്ട്രീയ നിറങ്ങളെപ്പറ്റിയോ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ആലോചിക്കണം. നോക്കൂ, നിങ്ങൾ എക്സിറ്റ് പോളിൻ്റെ ഒരു റിസൾട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. വർഷങ്ങളായി ഡൽഹി ഭരിച്ച ഒരു ഭരണകൂടത്തിന്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എക്സിറ്റ് പോൾ പ്രകാരം 0 എന്നാണ് കണക്ക്. ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെയും വക്താവല്ല കേട്ടോ. നമ്മൾ ആലോചിക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉത്തരവാദിത്വ ബോധമുണ്ടായപ്പോൾ മദീനയിലും ചുറ്റുഭാഗങ്ങളിലും മുഴുവനായി ഏറ്റവും വലിയ ക്ഷാമമുണ്ടായ നേരത്ത് അദ്ദേഹം പറഞ്ഞു, വെണ്ണ പുരട്ടിയ റൊട്ടി ഞാൻ ഇനി കഴിക്കണമെങ്കിൽ രാജ്യത്തെ പ്രജകളൊക്കെ തന്നെ വെണ്ണ പുരട്ടിയ റൊട്ടി കഴിക്കണം. വെണ്ണ പുരട്ടുന്ന റൊട്ടി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതമാണ് ആ വിഷയം. അതൊരു വിഷയമേ അല്ല നമ്മുടെ മുന്നിൽ. മന്തിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വാഹനമെടുത്ത് കൊടുവള്ളിയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകമായി പൊരിച്ച കോഴി കഴിക്കാൻ വേണ്ടി കുളപ്പുറത്തേക്ക് മൈലുകളോളം വണ്ടി ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ദൂർത്തിൻ്റെയും പണം ചെലവഴിക്കുന്നതിൻ്റെയും വിഷയത്തിൽ ഒരു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും പരിഗണിക്കാത്ത മുസ്ലിങ്ങളെ, പ്രത്യേകിച്ചും ഒരുപക്ഷെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, അവർക്കിതൊരു വിഷയമേ അല്ല. ഉമറുൽ ഫാറൂഖ് പറയാണ്, ഞാനിനി വെണ്ണ പുരട്ടിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തു വേണം? മദീന സാമ്രാജ്യത്തിലെ മുഴുവൻ പ്രജകളും വെണ്ണ പുരട്ടിയ ഭക്ഷണം കഴിക്കാത്ത കാലത്തോളം ഞാൻ എൻ്റെ അത് കഴിക്കില്ല. അദ്ദേഹം സാധാരണ ചുട്ടെടുത്ത റൊട്ടി കഴിച്ചു. വയറിന് പ്രയാസം, അദ്ദേഹം ആലങ്കാരികമായി വയറ് തടവിയിട്ട് പറയാണ്, വയറെ നീ അടങ്ങിയിരിക്കണം. അത് ആലങ്കാരിക പ്രയോഗം. അദ്ദേഹം തടവിട്ട് പറയാം, നിനക്ക് എണ്ണ പുരട്ടിയ ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടില്ല. ഒന്നാം പുരുഷൻ, രാജ്യത്തെ ഒന്നാമത്തെ പ്രജ കഴിക്കണമെങ്കിൽ അവസാനത്തെ പ്രജയും കഴിക്കണം എന്നാ പറഞ്ഞു. അത് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ രാജ്യം ഭരിച്ച അവർ ഈ രാജ്യത്ത് മുഴുവൻ ചുറ്റി നടന്ന് പറയണ്ടേ, നേട്ടങ്ങളില്ലതാണെന്ന് പറയണ്ടേ? നമ്മൾ കണ്ടോ? മറ്റൊരു വിഷയമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത്, ഈ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ അമാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറഞ്ഞ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും വിശ്വസിച്ചേൽപ്പിച്ച വസ്തു, വിശ്വസ്തമായ ഒരവസ്ഥ എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ആ വിധത്തിൽ പെരുമാറേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ അമാനത്തിന് നമ്മൾ ഒന്നുകൂടി പറയാം, വിശ്വസിച്ചേൽപ്പിച്ച വസ്തു എന്ന് പറയാലോ, വദീഅത്ത് എന്ന് പറയാം. ആ വദീഅത്ത് മുസ്ലിമിൻ്റെതായിരുന്നാലും അമുസ്ലിമിൻ്റെതായിരുന്നാലും ഒരുപോലെ കാണണം എന്നാണ്. അമുസ്ലിമായ ഒരാൾ 1000 ഉറുപ്പിക എൻ്റെ അരികിൽ തന്നു,
ഞാനത് അവൻ അമുസ്ലിമാണെന്നുള്ള നിലയ്ക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പാടില്ല, ഡേറ്റ് തെറ്റിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ അതിലിപ്പം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ രണ്ടു കൂട്ടം കണക്കാണ്. മുസ്ലിങ്ങളുടെ ഇടപാടുകളും നമ്മൾ കൃത്യമായി നടത്തുന്നില്ല, പലരും അമുസ്ലിങ്ങളും നടത്തുന്നില്ല. പിന്നെ അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ റസൂലുള്ള പറയണം, ഒരു അമുസ്ലിമായ സഹോദരനാണ് നിങ്ങളോട് വദീഅത്ത് നിങ്ങളുമായുള്ളതെങ്കിൽ അവൻ അമുസ്ലിമാണ് എന്നുള്ള നിലക്ക് അത് പരിഗണിക്കാതിരിക്കാനോ അവനെ 2ാം നമ്പർ പൗരനായി കാണാനോ പാടില്ല. മറിച്ച് പറഞ്ഞു റസൂലുള്ള, അത് കാണിച്ചു തന്നു. ഹിജ്റ പോകുന്ന നേരത്ത് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ അവരേൽപ്പിച്ച ഒരുപാട് വദീഅത്ത് പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്നു. പ്രവാചകന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് സ്വത്ത്. ഏൽപ്പിക്കപ്പെട്ട സ്വത്തിനാണ് വദീഅത്ത് എന്ന് പറയാ, വിശ്വസിച്ചേൽപ്പിച്ച അമാനത്ത്. ഒരുപക്ഷെ നമുക്കതിന് വേണമെങ്കിൽ എന്ത് പറയാ, അനാമത്ത് സ്വത്ത് എന്നും പറയാൻ സാധിക്കും. ഒക്കെ ഏകദേശം ഒരേ ആശയമാണ്. ആ അനാമത്ത് പ്രവാചകൻ നാടുവിട്ടു പോകുന്ന നേരത്ത് ആ പ്രവാചകൻ നാടുവിട്ടു പോകാനുള്ള കാരണം ഈ ഖുറൈശികളാണ്. പക്ഷേ പ്രവാചകൻ അത് പരിഗണിച്ചില്ല. എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ ഏൽപ്പിച്ചത് കൊടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചില്ല. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം അലി ഇബ്നു അബീ ത്വാലിബിനെ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ വിരിപ്പിൽ കിടത്തിയിട്ടാണല്ലോ റസൂലുള്ള പോയത്. ആ അലിയുടെ കയ്യിൽ മുഴുവൻ വദീഅത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, താങ്കൾ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. മുസ്ലിം അമുസ്ലിം ജാതി പരിഗണനകളില്ലാതെ വിശ്വസിച്ചേൽപ്പിച്ച വസ്തു കൃത്യമായി കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് അമാനത്തിൽ നാം പൂർണ്ണത പ്രാപിക്കുന്നവരായി മാറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്ന് പറയുന്ന ഒരു പ്രമുഖനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ പറയണം, 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളിൽ ഒരാളും വീഴ്ച വരുത്താൻ പാടില്ല. അത് നല്ലവനാണെങ്കിലും മോശമാളാണെങ്കിലും ആ 3 കാര്യങ്ങൾ പരിഗണിക്കണം. യുഅദ്ദീന ഇലൽ ബിർരി വൽ ഫാജിരി, ഒരു പുണ്യമാനാണെങ്കിലും അല്ല ബർറി വൽ ഫാജിരി, പുണ്യമാനാണെങ്കിലും അല്ല പുണ്യം ചെയ്യാത്ത ആളാണെങ്കിലും ആരാണെങ്കിലും ഈ 3 കാര്യങ്ങളിൽ പരിഗണിക്കണം. അതിപ്പോൾ ഫാജിറാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ആൾ മോശക്കാരൻ, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന വിധത്തിൽ കാര്യങ്ങൾ കാണാൻ പാടില്ല. ഏതാ 3 കാര്യങ്ങൾ? അദ്ദേഹം മുന്നാണ് അൽ അമാന, ഒന്ന് വിശ്വസ്തത എന്നുള്ളതാണ്. എന്നെ വിശ്വസിച്ചൊരു വസ്തു ഏൽപ്പിച്ചത് ഒരു ചതിയനാണെങ്കിൽ പോലും എന്തു ചെയ്യും, ഞാനതിൽ തിരിച്ചു കൊടുക്കണം, അമാനത്ത്. പിന്നെ അദ്ദേഹം പറഞ്ഞു വൽ അഹ്ദു, കരാറുകൾ. കരാറ് പാലനം എന്ന് പറയുന്നത് പരിഗണിക്കാൻ മതത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ ഒരവസ്ഥയും നോക്കേണ്ടതില്ല. മനുഷ്യനാണോ അവിടെ കരാറുകൾ കൃത്യമായി പാലിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് ഈ അമാനത്ത് അതിൻ്റെ അഹ്ലിന് എത്തിച്ചു കൊടുക്കണം. അഹ്ല് എന്ന് പറഞ്ഞാൽ ആരുമാവാം. പിന്നെ അദ്ദേഹം പറയാണ് സിലത്തുർ റഹിം, രക്തബന്ധം ചേർക്കുന്നതിനും ജാതിയോ മതമോ വർഗമോ ഗ്രൂപ്പോ നോക്കാൻ പാടില്ല. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവ എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട്, എൻ്റെ കൂടെ പണിയെടുക്കുന്ന ആളായതുകൊണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പുകാരനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അവൻ രോഗിയാണെങ്കിൽ കാണാൻ പോകും, അവന് പ്രയാസമുണ്ടെങ്കിൽ ഞാൻ സഹായിച്ചു കൊടുക്കും, അവന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവനെ സഹായിക്കും. നേരെ മറിച്ച് എൻ്റെ അതേ രൂപത്തിലല്ല അദ്ദേഹമെങ്കിൽ എനിക്കവനെ പരിഗണിക്കാൻ കഴിയില്ല, അവൻ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവനല്ല എന്ന് വെക്കാൻ സിലത്തുർ റഹിം, രക്തബന്ധം കുടുംബബന്ധം ചേർക്കുന്ന കാര്യത്തിൽ എന്തു ചെയ്യാൻ പാടില്ല, അവിടെ ഒരു വിധത്തിലുള്ള വിഭാഗീയതയും പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും മരിക്കണ നേരത്ത് നമ്മൾ അറിയണം. മരിക്കണ നേരത്ത് മാത്രം നമ്മൾ മയ്യത്ത് നമസ്കരിക്കാനും സന്ദർശിക്കാനും പോവാണ്. നേരെ മറിച്ച് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, രോഗിയായി കിടക്കുമ്പോൾ നമ്മൾ ഒന്ന് ചെന്നു നോക്കാനോ അവൻ ആവശ്യമായ പരിഗണന കൊടുക്കാനോ പരിചരണം കൊടുക്കാനോ നമുക്ക് പലപ്പോഴും സാധിക്കണില്ല. അല്ല, നിങ്ങൾ പറയാൻ സാധിക്കൂ? നേരെ മറിച്ച് എൻ്റെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ, പ്രിയപ്പെട്ടവനാണെങ്കിൽ, എൻ്റെ വൃത്തത്തിലുള്ളവനാണെങ്കിൽ ഞാൻ കൃത്യമായി പോയി കാണുന്നു. അതിന് എ എന്നോ ബി എന്നോ വ്യത്യാസമില്ല ആ ഒരു വിഭാഗീയതയിൽ, അല്ലേ? എല്ലാവരും എന്നല്ല, പലപ്പോഴും അങ്ങനെ നാം കാണുകയാണ്. എന്തുകൊണ്ടാണത്? ലക്ഷ്യം മറന്നുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമാണത്. കുടുംബബന്ധം ചാർത്തുന്നതിലും കരാറുകൾ പാലിക്കുന്നതിലും വിശ്വസിച്ചേൽപ്പിച്ച വസ്തു തിരിച്ചു കൊടുക്കുന്നതിലും ഒരു വിധത്തിലുള്ള വിഭാഗിതയും കാണിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, വിശ്വസ്തത എന്ന് പറയുന്നത്, അമാനത്ത് എന്ന് പറയുന്നത്
അവസാന കാലഘട്ടം വരുമ്പോൾ കിട്ടാത്ത ഒരു ഖനിയായി മാറുമെന്ന് റസൂലുള്ള പറഞ്ഞു. ആളുകൾ പറയുന്ന മാതിരിയാണ്, അയാളൊരു വിശ്വസ്തനാണല്ലോ എന്ന് ആളുകൾ അത്ഭുതത്തിൽ പറയും. ഏതുപോലെ ഒരു കളഞ്ഞുപോയ വസ്തു കിട്ടിയാൽ തിരിച്ചു കൊടുത്തു, ഉടമസ്ഥന് കൊടുത്തു എന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ്. അത്രമാത്രം അത്ഭുതത്തിലാണ് കാണുന്നത്. ഓട്ടോറിക്ഷയിൽ മറന്നുപോയ ഒരു സാധനം ഉടമസ്ഥന് എത്തിച്ചു കൊടുത്തു എന്നുള്ള വാർത്ത നാം വായിക്കുന്നതിൻ്റെ കാരണം എന്താ? അമാനത്ത് എന്ന് പറയുന്ന ഒരു വിഷയം അത് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ടാണ് നമ്മൾ പത്രത്തിൽ കൊടുക്കുന്നത്. നേരെ മറിച്ചിപ്പോൾ എൻ്റെ വാഹനത്തിലോ എൻ്റെ കയ്യിലോ ഒരു സാധനം മറ്റൊരാളിനുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത് പറയേണ്ട കാര്യമുണ്ടോ? മറിച്ച് നമ്മൾ എന്താ കാണുന്നത്? ഏറ്റവും വലിയ വിശ്വസ്തനായി നമ്മൾ അദ്ദേഹത്തെ വാഴ്ത്തുന്നു. വേണമെങ്കിൽ നാട്ടിലൊരു അംഗീകാരവും ഒരു അവാർഡ് പരിപാടിയും കൊടുക്കും. എന്താ കാരണം? 2 ലക്ഷം രൂപ ഓട്ടോയിൽ മറന്നു വെച്ച് അദ്ദേഹം തിരിച്ചേൽപ്പിച്ചു. എന്താ കാരണം? അധികം ആളും കിട്ടിയാൽ കൊടുക്കണില്ല. റസൂലുള്ള പറയാണ്, അവസാന കാലഘട്ടത്തിൽ സമൂഹത്തിൽ അങ്ങനത്തെ വിശ്വസ്തന്മാരായ ആളുകൾ കുറയുന്നു മാത്രമല്ല അതൊരു കിട്ടാക്കനിയായി മാറുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞു, ആ കാലഘട്ടത്തിൽ ഈമാൻ തെല്ലുപോലും മനുഷ്യ മനസ്സുകളിൽ ബാക്കിയുണ്ടാവുകയില്ല. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഓരോ വിഷയങ്ങളിൽ കൂടി കടന്നു പോവാണ്. ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലോ അത് ചോദിച്ചു വാങ്ങുന്നത് നല്ലതല്ല എന്ന് റസൂലുള്ള പറഞ്ഞു. എന്തായിരുന്നാലും ശരി, അത് സ്ഥാനമായിരുന്നാലും അതുപോലെയുള്ള അധികാരമായിരുന്നാലും മറ്റെന്ത് കാര്യമായിരുന്നാലും എനിക്കത് കഴിയുമോ എന്നുള്ള ഹൃദയംഗമായ ചോദ്യം ഒരു ആൾക്കുണ്ടായിത്തീരണം. അതില്ലാത്ത ഒരാളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ വളരെ കണിശമായി ഗൗരവപരമായി പറഞ്ഞു. അബൂദറുൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബിയാണ്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം നബിയോട് പറഞ്ഞു, റസൂലുള്ള, നിങ്ങൾ പല ആളുകളെയും പല ജോലിക്കും നിശ്ചയിക്കുന്നുണ്ട്, എന്നെ ഒന്ന് താങ്കൾ നിശ്ചയിക്കണം, ഒരു ആമിലായി നിശ്ചയിക്കണം. അലാ തസ്തഅമിൽനി യാ റസൂലല്ലാഹ്, പ്രവാചകനെ താങ്കൾ എന്നെ എന്താ ജോലിക്ക് വേണ്ടി നിശ്ചയിക്കാത്തത്? ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി, അവിടെയുള്ള ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ജോലിയാവാം, സംഘടനാ ജോലിയാവാം, എന്ത് കാര്യമായിരുന്നാലും ആമിലാണ്. മഹാനായ പ്രവാചകന് അബൂദറുൽ ഗഫാരിയെ കൃത്യമായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു, യാ അബാദർ ഇന്നക ലഈഫുൻ, താങ്കൾ ദുർബലനാണ്. നമ്മൾ മനസ്സിലാക്കണം, അധികാരത്തിൻ്റെ വഴികളിൽ കൂടി കടന്നു പോവാത്തത് കൊണ്ടുണ്ടായ പ്രയാസങ്ങളുടെ ദുര്യോഗം ഇവിടെ വെച്ച് ഞാൻ കൃത്യമായി പറയേണ്ടതില്ല. നമുക്കറിയാവുന്ന കാര്യമാണ് എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് മുസ്ലിം സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അധികാരികളായി വരുന്ന ആളുകൾക്കത് കൃത്യമായി ചെയ്യാനുള്ള കഴിവും കരുത്തും നൽകുമാറാവട്ടെ. നിങ്ങൾ ആലോചിക്കണം, അബൂദർ പറയാ, പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ലഈഫാണ്, എനിക്കറിയാം താങ്കൾക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, വൈന്നഹാ യൗമൽ ഖിയാമത്തി ഖിസിയും വനദാമ, അബൂദറെ താങ്കൾ ചോദിച്ച ആ ജോലിയുണ്ടല്ലോ, ഉത്തരവാദിത്വമുണ്ടല്ലോ, ഖിയാമനാളിൽ താങ്കൾക്കത് തിരിച്ചടിയായി മാറും, താങ്കൾക്ക് നിന്ദതയുണ്ടാക്കി തരും, താങ്കൾക്ക് ഖേദമുണ്ടാക്കി തരും. ആർക്കൊഴിച്ച് അത് കൃത്യമായി ഏറ്റെടുത്തതിൻ്റെ അവസ്ഥയിൽ പൂർത്തീകരിക്കുന്നവർക്കൊഴികെ അത് വളരെ കുറച്ചാളുകളാകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖിനെ പോലെ, സിദ്ദീഖുൽ അക്ബറിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം പറഞ്ഞല്ലോ, ഖിലാഫത്ത് ഏറ്റെടുത്ത 1-ാം തീയതി അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ്? ഇന്നി വുല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട വലിയാണ്, പക്ഷേ ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനല്ല, നിങ്ങൾ എന്നെ നേരെയാക്കണം, തെറ്റ് കണ്ടാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞ ഭരണാധികാരി നമ്മൾ മനസ്സിലാക്കണം. എന്നു മാത്രമല്ല, അദ്ദേഹം തൻ്റെ ഭരണാധികാരം ഭരണമേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ സൂക്ഷ്മതയുടെ അങ്ങേയറ്റം അദ്ദേഹം പാലിക്കുക പോലും ചെയ്യുന്നു. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടി ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്യുന്നു? അദ്ദേഹം സ്ഥിരമായ ജോലിയായ കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം തലയിൽ തുണിക്കെട്ടുമായി പോകുന്നത് നാം കാണുകയാണ്. അദ്ദേഹം പറയാണ്, ഇന്നി വുല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനല്ല, നിങ്ങൾ എനിക്ക് മുശാവറ കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം, പറഞ്ഞു തരണം. ഇതാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏതൊരു ജോലിയെടുത്ത, ഏതൊരു ഉദ്യോഗസ്ഥനായ, ഏതൊരു ഭരണാധികാരിയായ, ഏതൊരു നേതാവായ വ്യക്തിയുടെയും അവസ്ഥയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ
മുസ്ലിം സമൂഹത്തിലുണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അധികാര തർക്കങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അധികാര തർക്കങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അപ്പൊ എന്താ അതിന്റെ കാരണം? ഈ അമാനത്ത് അള്ളാഹുവുമായുള്ള ബന്ധമാണ് എന്നുള്ള ബോധമില്ലായ്മയാണ് സമൂഹത്തിലുള്ള എവിടെയായിരുന്നാലും പ്രശ്നത്തിന്റെ കാതൽ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള വിശ്വസ്തമായ ചില കാര്യങ്ങളെപ്പറ്റി നാം പറയേണ്ടതുണ്ട്. അമാനത്ത് ഉണ്ടാകുന്ന ചില മേഖലകൾ, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞല്ലോ. അതിൽ ഒന്നാണ് തൊഴിൽ മേഖല എന്ന് പറയുന്നത്. തൊഴിൽ മേഖലയിൽ എന്നെങ്ങനെ അമാനത്ത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തൊഴിലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ തൊഴിലിനെ പറ്റി പറഞ്ഞത്, പ്രവാചകൻ എന്തു പറഞ്ഞോ അത് അംഗീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. തൊഴിൽ ചെയ്യാതെ മറ്റൊരുത്തർ നൽകുന്ന പണം കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാന്യതയല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തുണ്ട്. ആ സമ്പത്ത്, സ്വന്തം കരം കൊണ്ട് നേടിയ ആ സമ്പത്ത് കഴിക്കുക എന്നുള്ളതിനേക്കാൾ മെച്ചമായി മറ്റൊന്നില്ല. സ്വന്തം കരം കൊണ്ടുണ്ടാക്കിയത് എത്ര കുറവാണെങ്കിലും എത്ര 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 ചെറുതാണെങ്കിലും ശരി. എന്നിട്ട് ആ പ്രവാചകൻ ഉദാഹരണം പറഞ്ഞു, വൈന നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം അക്കല മിൻ അമലി യദിഹി. അള്ളാഹുവിൻ്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കഴിച്ചത് തൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ വസ്തു മാത്രമാണ്. നമ്മൾ ആലോചിക്കണം. പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഖുർആൻ പറഞ്ഞല്ലോ. എന്തിനു വേണ്ടിയാ പറഞ്ഞത്? വൈദാ ഖുളിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർള് വൈദാ ഖുളിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിൻ്റെ ഫളിലായ ജീവിത സന്ധാരണത്തിനുള്ള വഴികൾ നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ എന്തു വേണം? പടച്ചവനെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം, അമാനത്തുണ്ടാകണം, വിശ്വസ്തതയുണ്ടാകണം, ചതിയും വഞ്ചനയും ഉണ്ടാകാൻ പാടില്ല. വദ്കുറുല്ലാഹ കസീറ എന്ന് പിന്നെ പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിനെ അധികമായി സ്മരിക്കണം, നിങ്ങൾ വിജയിക്കുന്നവരാകുന്നതിന് വേണ്ടി എന്ന് പറയാൻ. അപ്പോൾ ഇബാദത്തെടുക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്തിൻ്റെ ശേഷം ജീവിതത്തിന് ആവശ്യമായ, കുടുംബത്തിന് ആവശ്യമായ, തനിക്കാവശ്യമായ സമ്പാദ്യം കണ്ടെത്താൻ അനിവാര്യമാണെന്ന് പറയുന്നു. സമ്പാദ്യത്തിൻ്റെ ഇസ്ലാമിക മാനമാണ് പറഞ്ഞത്. പ്രവാചകന്മാരെ പറ്റി നമ്മൾ വിലയിരുത്തുമ്പോൾ അവരൊക്കെ തൊഴിൽ ചെയ്തവരാണെന്ന് നമുക്ക് ചരിത്രത്തിലും ഖുർആനിലും ഹദീസിലും വായിക്കാൻ സാധിക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആരായിരുന്നു? സ്വന്തം കരം കൊണ്ട് അദ്ദേഹം കപ്പലുണ്ടാക്കിയ പ്രവാചകനാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആശാരിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന പ്രവാചകനായ തൊഴിലാളിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരേ സമയത്ത് അള്ളാഹുവിൻ്റെ ഖലീലാണ്, അദ്ദേഹം കർഷകനാണ്. അദ്ദേഹം ആ സമയത്ത് തന്നെ ജീവിത സന്ധാരണത്തിന് വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം കാർപ്പൻ്ററുടെ ജോലിയെടുത്തു. നമ്മൾ മനസ്സിലാക്കണം. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ തന്നെ ഒരേ സമയത്ത് പ്രവാചകന്മാരും കച്ചവടക്കാരും ആയിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയത്ത് പ്രവാചകനും അതേ സമയത്ത് അവർ ആടിനെ മേയ്ക്കുന്നവരുമായിരുന്നു. എന്തിനാ അപ്പം ഞാനിത് കൂട്ടി പറയുന്നതിൻ്റെ കാരണം എന്താണ്? കൂട്ടിപ്പറഞ്ഞതിൻ്റെ കാരണം തൊഴിലിൻ്റെ മാഹാത്മ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, അമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, പ്രവാചകന്മാരെ പറ്റി പറഞ്ഞ് അവർ അധ്വാനിക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ. ലോകത്ത് അള്ളാഹുവിൻ്റെ സന്ദേശം നൽകുന്ന ആളുകൾ, വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാർ ജീവിച്ചത് സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ച ആ ഫലം കൊണ്ടാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൽ നമുക്കതിന് നൽകുന്ന സന്ദേശം? ഇന്നത്തെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പ്രവാചകന്മാർ ഇന്നത്തെ ഭാഷയിൽ, വികലമായ ഭാഷയിൽ, ശരിയായ ഭാഷയിലല്ല, ഇന്നത്തെ ഭാഷയിൽ ലൂഹ് നബിയും മുഹമ്മദ് നബിയും പിന്നെ മൂസാ നബിയും അവർ ആൾ ദൈവങ്ങളാണ്. ഇന്നത്തെ വികലമായ ഭാഷയിൽ ആൾ ദൈവമാണ് അദ്ദേഹം. അമ്മയെപ്പോലെ, ബീബിമാരെ പോലെ, ബാബമാരെ പോലെ മഠങ്ങളിൽ കഴിയുന്ന കോടിക്കണക്കിന് സ്വർണങ്ങളുടെ മുകളിൽ അടയിരിക്കുന്ന ആളുകളായിരുന്നു ഈ പ്രവാചകന്മാരും ഇന്നത്തെ ഭാഷയിൽ. അതുപോലെ ആത്മീയ നേതാക്കന്മാരായിരുന്നു, പുരോഹിതന്മാരായിരുന്നു മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ. ഇന്നിപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ ആശ്രമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മഠങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പണത്തിന് കയ്യും കണക്കുമില്ല.
ആ കോടിക്കണക്കിന് ആ പണം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണക്ക് നോക്കാൻ വേണ്ടി സുപ്രീം കോടതി നിശ്ചയിക്കുന്നത് ആരെയാണ്? അമിക്കസ് ക്യൂറിയെയാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം എന്താ പറഞ്ഞത്? നിലവറകൾ തുറന്ന് പരിശോധിക്കണം, ബി നിലവറ തുറക്കാൻ പാടില്ല എന്നാണ് രാജകുടുംബം പറയുന്നത്. അത് തുറന്ന് പരിശോധിച്ചാൽ എന്തു പറ്റുമെന്നാണ് പറയുന്നത്? കണക്ക് നോക്കുമ്പോൾ ബി നിലവറ തുറന്നാൽ, പത്മനാഭസ്വാമി ക്ഷേത്രമാണ്, നിങ്ങൾക്കറിയാലോ, അവിടെ അത് തുറന്നാൽ രാജകുടുംബത്തിന് അപമൃത്യുണ്ടാകും, പാമ്പ് കടിയേറ്റ് മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ നിലവറ പലവട്ടം തുറന്ന ചിത്രം നമ്മുടെ പരിശോധകന്റെ മുന്നിലുണ്ട്. എന്തിനു തുറന്നു? അവിടെയാണ് ചോദ്യം. അപ്പോ ഈ കോടിക്കണക്കിന് വരുന്ന പണം അത് കൊള്ളയടിക്കുന്നതിനുള്ള ഉപാധിയായി കാണുന്നത് മതമാണ്, ആത്മീയതയാണ്, ആൾ ദൈവത്തിന്റെ വിശ്വാസമാണ്. മഠത്തിന്റെ വിഷയം എന്താണ്? അമ്മയുടെ മഠത്തെക്കുറിച്ചുള്ള വിഷയം നിങ്ങൾക്കറിയാമല്ലോ. കോടിക്കണക്കിന് രൂപയുടെ അവിഹിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞത് അവിടുന്ന് വീട് വിട്ടുപോയ, നാട് വിട്ടുപോയ ഒരു സഹോദരിയാണ്. അവരെഴുതിയ പുസ്തകത്തിൽ വായിക്കുന്ന കാര്യമാണ്. ഇന്ന് പുസ്തകം നിരോധിച്ചു സുപ്രീം കോടതി, അല്ല ഹൈക്കോടതി നിരോധിച്ചു കളഞ്ഞു. വായിക്കാൻ പാടില്ല. കാര്യങ്ങൾ അറിഞ്ഞാൽ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടേക്ക് പണം പോകില്ല. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അവിടെ കാണിക്കയായി കിട്ടുന്ന പായസം, ആ പായസം രാജകുടുംബത്തിന് കൊണ്ടുപോയി കൊടുക്കുകയാണെന്നാ പറയുന്നത്. പായസത്തിന്റെ വലിയ പാത്രത്തിൽ എന്താ കൊണ്ടുപോകുന്നത് എന്നാ പറഞ്ഞത്? കാവൽ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു അതിൽ കൊണ്ടുപോകുന്നത് പായസമല്ല, മറിച്ച് കാണിക്കയുടെ സ്വർണ്ണ ആഭരണങ്ങളാണ്. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ എന്തിന്റെ പേരിലാണ്? മതത്തിന്റെ പേരിലാണ്. ഈ മതത്തിന്റെ വക്താക്കൾ മണ്ണു തൊടാതെ ജീവിക്കുന്നു, മെയ്യനങ്ങാതെ അവർ ജീവിക്കുന്നു, മതത്തിന്റെയും ആത്മീയതയുടെയും പേരിലാണ്. നമ്മൾ ആലോചിക്കണം, ലോകത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആത്മീയ ആചാര്യൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം ആത്മീയ ആചാര്യനാണ്, വേണമെങ്കിൽ എന്തു പറയാം, ഏറ്റവും വലിയ പുരോഹിത ശ്രേഷ്ഠനാണ് അവരുടെ ഭാഷയിൽ. പക്ഷെ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിൽ അദ്ദേഹം താമസിക്കുന്ന വീടിന് പറയുന്ന പേര് ഖുർആനിൽ ഹുജറാത്ത് എന്നാണ്. ഹുജറാത്തിന്റെ അർത്ഥം ഓല കൊണ്ട് മറച്ച കുടിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഇന്നത്തെ മതത്തിന്റെ ഏത് വീക്ഷണമാണെങ്കിലും, ഏത് മതപണ്ഡിതന്മാരെയാണെങ്കിലും അങ്ങനെയുള്ള കുടിലുകളിൽ കഴിയുന്ന ആളുകളെ കാണാൻ സാധിക്കുമോ? ആത്മീയതയെ വിറ്റ് കാശാക്കുന്ന പുരോഹിത വർഗം സഞ്ചരിക്കുന്ന, അവർ ചാർട്ട് ചെയ്യുന്ന വിമാനം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് അവർ കാരെടുത്ത് വെച്ച് പോകുന്നത് കാണാൻ കഴിയാണ്. എന്തിൻ്റെ പേരിലാണ്? മതത്തിൻ്റെ പേരിലാണ്. ആ മതത്തിൻ്റെ പ്രവാചകന്മാരെ പറ്റി പറയാണ്, അവർ ആടിന് മേയിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ആ പ്രവാചകന്മാരാണ് ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചത്. ഒരേ സമയത്ത് വഴിയേറ്റ് വാങ്ങുന്നു പ്രവാചകൻ, അതേ സമയത്ത് അദ്ദേഹം എന്തു ചെയ്യുന്നു? ആടുകളെ വടിയെടുത്ത് മേച്ചു കൊണ്ടുപോകുന്നു പ്രവാചകനായ മുഹമ്മദ് നബിയും മൂസാ നബിയും. കച്ചവടത്തിന് വേണ്ടി പോകുന്നു, പ്രബോധനം ചെയ്യുന്നു. എന്തിനാണ് ഖുർആൻ ഈ പ്രവാചകന്മാരെ തൊഴിലിനെ പറ്റി പറഞ്ഞത്? തൊഴിലറിയാൻ വേണ്ടിയല്ല, മറിച്ച് പുരോഹിതൻ പള്ളിയിൽ തന്നെ ഇരിക്കേണ്ടവൻ അല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, 5 നേരം ജമാഅത്ത് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പള്ളിയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഞാൻ അവരെ ആക്ഷേപിച്ചു പറയല്ല, പള്ളിയിലുള്ള ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനത്തിലല്ല, ആ പുരോഹിതന്മാര് വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോലും വരില്ല, ഹുർമത്തിന് കേടാണെന്നാണ് പറയുന്നത്. ഭക്ഷണം ടിഫിൻ കാരിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം, 5 നേരം എത്തിച്ചു കൊടുക്കണം. ഇറങ്ങിയാൽ മുസ്ലിയാരുടെ ഹുർമത്ത് പോകും. മുഹമ്മദ് നബി ആടിനെ മേച്ചിട്ട് ഭക്ഷണം കണ്ടെത്തുന്നു. ഏറ്റവും വലിയ പുരോഹിതന്റെ അവസ്ഥയാണ് പറഞ്ഞ്. നിങ്ങൾ ആലോചിക്കണം, മദീനയിൽ ഏറ്റവും ചെറിയ ആ റൂമുകളിൽ കഴിയുന്ന മഹാനായ പ്രവാചകന് ഒരു വിരലനക്കിയാൽ മതി കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ കുന്നുകൂടാൻ മണിക്കൂർ ഒന്നു വേണ്ട, അരമണിക്കൂറും വേണ്ട. സഹാബത്ത് അത്രമാത്രം ആ പ്രവാചകനെ ഹുബ്ബ് ചെയ്യുകയാണ്. അവർ വിചാരിച്ചാൽ മെയ്യനങ്ങാതെ കാല് നനക്കാതെ അവിടെ ഇരുന്നാൽ ഭക്ഷണം കഴിക്കാൻ ആ പ്രവാചകന്റെ പ്രയാസമല്ല. ആ പ്രവാചകന്റെ അനന്തരഗാമികളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. അവരും കാണിക്കകൾ വാങ്ങിക്കൊണ്ട്, വലിയ വലിയ കാണിക്കകൾ, അതൊന്നുകിൽ ആഭരണമാവാം, ജ്വല്ലറി ഉദ്ഘാടനമാവാം, ഏറ്റവും വലിയ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറുകളും വാഹനങ്ങളും അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് മതം ചൂഷണമാണ് എന്ന് ഇവിടെയുള്ള ഭൗതികന്മാർ പറഞ്ഞത്. മതം ചൂഷണമാണെന്ന് കാരൽ മാർക്സ് പറഞ്ഞതിൻ്റെ ഒരു കാരണം, അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞതിൻ്റെ കാരണം,
എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർ ഒന്ന് യഥാർത്ഥമായ മതത്തെപ്പറ്റി മനസ്സിലാക്കിയില്ല, മറ്റൊന്ന് അവർ കാണുന്ന മതത്തിൻ്റെ ചൂഷണമാണ്. കാറൽ മാർക്സ് വന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന മതം, പള്ളി, അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം, ആ സമൂഹത്തിൽ ഏറ്റവും ശക്തമായി വേരൂന്നിയിട്ടുള്ള ഈ പൗരോഹിത്യത്തിന് ചിത്രം കണ്ടപ്പം മാർക്സ് പറഞ്ഞു മതം ഒരു മയക്കുമരുന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നേരെ മറിച്ച് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും മാന്യമായത്, ഏറ്റവും നല്ലത് അവൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. ഇപ്പം ഖുർആനിൽ നമുക്ക് കാണാലോ, കച്ചവടത്തിൻ്റെ മേന്മയെപ്പറ്റി പറഞ്ഞു. ഏറ്റവും നല്ല ഒരു ജോലിയാകുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ കച്ചവടം എന്ന് പറഞ്ഞാൽ. മക്കക്കാർ കച്ചവടക്കാരും മദീനക്കാർ കർഷകരുമായിരുന്നുവല്ലോ. നമുക്കതിൽ മാതൃകയുണ്ട്. മദീന സ്വഹാബത്ത് കർഷകരാണ്, മണ്ണിൽ പണിയെടുത്തവരാണ്. അതുകൊണ്ടാണ് ഹദീസുകളിൽ സിഖായത്തിനെ പറ്റി നമ്മൾ വായിക്കുന്ന വെള്ളം നനക്കുക, നനക്കുന്നതിൻ്റെ പ്രാധാന്യം, വെള്ളം കെട്ടി നിർത്തുന്നതിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ചിറകെട്ടുന്നതിൻ്റെ പ്രാധാന്യം, അതൊക്കെ ഹദീസിൽ എന്തുകൊണ്ട് വന്നു? സഹാബാ കിറാമിൽ മദീനയിലുള്ള സഹാബത്ത് ഏറ്റവും നല്ല കർഷകരായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുന്നത് അന്യം നിന്ന് പോയ ഒരു കാര്യമാണ്. മെയ്യനങ്ങാതെ പണമുണ്ടാക്കാൻ എന്തുണ്ട് വഴി, അത് മാത്രം അന്വേഷിക്കുകയാണ്. അവിടെ ഹലാലില്ല ഹറാമില്ല ഒന്നുമില്ല. അപ്പം സഹോദരങ്ങളെ, തൊഴിലിൻ്റെ രംഗത്തുള്ള അമാനത്ത് ഈ പറഞ്ഞ കാര്യമാണ്. അത് മാത്രമല്ല, അധ്വാനിച്ച് കിട്ടുന്ന ആ പണം ഹലാലായിരിക്കണം. ഹറാമായ ഒരു ജോലിയും ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല. ഹറാമായ ഒന്നിൽ കൂടിയും ഒരു ജോലിയിൽ കൂടിയും വരുമാനമുണ്ടാക്കാൻ പാടില്ല. അത് പലിശയാവാം, അത് മദ്യം വിറ്റുകൊണ്ടാവാം, ലോട്ടറി വിറ്റുകൊണ്ടാവാം. അതുപോലെ തന്നെ ആളുകളെ പറ്റിച്ച് കിട്ടുന്ന ഏതൊരു കച്ചവടമായിരുന്നാലും ആ കച്ചവടം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അമാനത്തല്ല. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, 400 ചില്ലാനം ബാറുകൾ അത് പൂട്ടണമെന്നാണ് ഇപ്പം UDF ഗവൺമെൻറ് പറയുന്നത്. എന്താ അവർ പറഞ്ഞതിൻ്റെ കാരണം? നിലവാരമില്ലാത്ത ബാറുകൾ എന്ന് പറയണം. അപ്പോൾ എന്താ ഈ നിലവാരത്തിൻ്റെ മാനദണ്ഡം ചോദിച്ചാൽ, ബാറിൽ വിൽക്കുന്ന മദ്യത്തിൻ്റെ മേന്മ എന്നാണ് അവർ മനസ്സിലാക്കിയത്. അല്ല, മദ്യമൊക്കെ തന്നെ നിലവാരമില്ലാത്തതാണ്. ബാറ് നിലവാരമില്ലാത്തതാണെങ്കിൽ ബാറിലേക്ക് പോകുന്ന ആളുകളും നിലവാരമില്ലാത്ത ആളുകളാണ്. പിന്നെ ഒന്ന് വേർതിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തിലെ ജനങ്ങളെ മുഴുവനായിട്ടും അധാർമികതയിലേക്ക് നയിക്കുന്ന അടിസ്ഥാനപരമായ തിന്മ, ഉമ്മുൽ ഖബായിസ്, പ്രിയമുള്ളവരെ, മദ്യമാണ്. കൊലപാതകത്തിൻ്റെ കാരണം, അപകടത്തിൻ്റെ കാരണം, അരാജകത്വത്തിൻ്റെ കാരണം, ലൈംഗിക തൃഷ്ണയുടെ കാരണം, അവിഹിത ബന്ധങ്ങളുടെ കാരണം, അതിൻ്റെയെല്ലാം അടിസ്ഥാന കാരണം വിലയിരുത്തിയാൽ അത് കള്ളാണ്, മദ്യമാണ്. പക്ഷേ ഗവൺമെൻറ് അത് നിരോധിക്കാൻ ആർജവത്വം കൃത്യമായി കാണിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ബാറുകളുടെ മേന്മയെപ്പറ്റി മാത്രം നോക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. അവർ ഓല കൊണ്ട് കെട്ടിമറച്ച ചാരായ ഷാപ്പുകൾ നിരോധിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാറുകളെ പറ്റി മാത്രമാണ് പരിശോധന. നേരെ മറിച്ച് നമ്മുടെ അങ്ങാടികളിൽ, നമ്മുടെ നഗരങ്ങളിൽ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഓല കൊണ്ട് മറച്ച കള്ളു ഷാപ്പുകൾ നിരോധിക്കാൻ അവർ പറയാത്തതിൻ്റെ കാരണം എന്താണ്? അടിസ്ഥാനപരമായ വിഷയത്തിൽ അവർക്ക് അമാനത്തില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു സമൂഹം രക്ഷപ്പെടണമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ അമാനത്തുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഒരു ഗവൺമെൻറ് ആ അവിഹിതമായി കിട്ടുന്ന പണം ഒഴിവാക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ പ്രവാചകന്മാരുടെ വഴി, തൊഴിലിൻ്റെ മാഹാത്മ്യം ഞാൻ പറഞ്ഞല്ലോ. ആ തൊഴിൽ രംഗത്ത് നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ ഈ മെയ് മാസത്തെ പറ്റി വിലയിരുത്തുമ്പോൾ, മെയ് 1 എന്തായിരുന്നു? മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. ലോക തൊഴിലാളി ദിനത്തിൽ, ആ ദിനങ്ങളിൽ കൂടി നാം കടന്നു വന്നപ്പോൾ ഇസ്ലാമിൻ്റെ തൊഴിൽ നയത്തെപ്പറ്റി നാം അറിയേണ്ടതുണ്ട്. അവിടെ തൊഴിൽ നൽകുന്ന ആളായിരുന്നാലും തൊഴിലെടുക്കുന്ന ആളായിരുന്നാലും രണ്ടുപേർക്കും അമാനത്തുണ്ടായിത്തീരണം. ആരായിരിക്കണം ഒരു തൊഴിലാളി? തൊഴിലാളി എന്ന് പറയുമ്പോൾ അത് പ്രൈവറ്റിലാവാം, ഗവൺമെന്റിലാവാം, എവിടെയാവാം. ആരായിരുന്നാലും തനിക്ക് വൈകുന്നേരം കൂലി തരുന്ന, 2-ാം തീയതി കൂലി തരുന്ന, ശനിയാഴ്ച കൂലി തരുന്ന ആ സംവിധാനത്തിന് നമ്മൾ പറയുന്ന പേര് തൊഴിലെടുക്കുക എന്ന് പറയുന്ന പരിപാടിയാണ്. ആ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അമാനത്ത് എന്താണ്? തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. തന്നെ ഏൽപ്പിച്ച ആ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരു തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. അഅ്തുൽ അജീറ ഹഖ്ഖഹു ഖബ്ല അൻ യജുഫ ഇർഖഹു. അഅ്തുൽ അജീറ ഹഖ്ഖഹു ഖബ്ല അൻ യജുഫ ഇർഖഹു.
തൻ്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ആ തൊഴിലാളിക്ക് കൂലി കൊടുക്കണം. അത് കൊടുക്കണം എന്ന് ഒരു മുതലാളിക്ക് തോന്നുന്ന കാഴ്ചപ്പാടെന്താ? അവൻ്റെ അമാനത്താണത്. നേരെ മറിച്ച് എത്ര അധ്വാനിച്ചാലും ഒരുപാട് തൊഴിലാളികളെ കിട്ടുന്നത് കൊണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് കൂലി കൊടുക്കേണ്ടതില്ല എന്ന ചിന്താഗതി ഉണ്ടാകാൻ പാടുണ്ടോ? ഒരു ദിവസം കേരളത്തിലെ കൂലി ഒരു 500 രൂപയാണെങ്കിൽ, അത് അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന 500 രൂപയാണെങ്കിൽ, ഒരുപാട് തൊഴിലാളികൾ ബീഹാറിൽ നിന്ന് വരുമ്പോൾ അവർ 200 രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. 200 നിശ്ചയിക്കുക എന്നുള്ളത് അവിടെ അമാനത്താണോ? തൊഴിലാളിക്ക് കിട്ടേണ്ട മാന്യമായ നിശ്ചയിക്കപ്പെട്ട 8 മണിക്കൂർ തൊഴിലാളിക്ക് കിട്ടേണ്ട കൂലി 400 എന്നുണ്ടെങ്കിൽ ഒരാൾ 300 എടുത്താൽ അവിടെ 400 കൊടുക്കണ്ടേ? പക്ഷെ നമ്മളെന്താ ഇപ്പോൾ ചെയ്യണത്? കുറഞ്ഞ കൂലിക്ക് കിട്ടുന്ന ആളെ വിളിക്കുകയാണ്. അവിടെ അമാനത്തുണ്ടോ? തൊഴിലാളിയുടെ അധ്വാനത്തിനാണല്ലോ വില. ആളുകൾ കിട്ടുന്നോ ഇല്ലോ എന്നുള്ളതല്ലല്ലോ വില, അമാനത്താണ്. വിലയിരുത്തേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രയാസപ്പെടേണ്ട, അത് ചിന്തിക്കേണ്ട വിഷയമാണിത്. ഇപ്പം പറയും കേരളത്തിൽ ഇപ്പം ഇവിടുത്തെ ആൾക്കാരെ പണിക്ക് വിളിക്കണില്ല. കാരണം എന്താ? അവർ ശരിക്കും പണിയെടുക്കൂല. അതങ്ങോട്ട് പറയാണ്. ഒരു പക്ഷേ ശരിയുണ്ടായിരിക്കാം. പക്ഷെ കുറഞ്ഞ കൂലിക്ക് ബീഹാറിൽ നിന്നും അതുപോലെ ബംഗാളിൽ നിന്നും ആൾ വരും, അവരെ വിളിച്ച് നമ്മൾ കുറഞ്ഞ കൂലിയും കൊടുക്കുകയാണ്. പക്ഷെ ഒരു തൊഴിലാളിക്ക് കിട്ടേണ്ട മാന്യമായ കൂലിയുണ്ടല്ലോ. ആ കൂലി ബംഗാളിയാണെങ്കിലും കേരളീയനാണെങ്കിലും ആസാംകാരനാണെങ്കിലും കൊടുക്കണ്ടേ? പക്ഷേ നമ്മുടെ പല സ്ഥലങ്ങളിലും പല കമ്പനികളിലും അങ്ങനെ കൊടുക്കാറുണ്ടോ? നമ്മൾ വിലയിരുത്തണം. ഗുഹയിൽ കുടുങ്ങിയ 3 ആളുകളെ പറ്റി നിങ്ങളും ഞാനും കേട്ടിട്ടുണ്ട്. ആ 3 ആളുകളിൽ ഒരാൾ ആരാന്നറിയാം നിങ്ങൾ? ഒരു മുതലാളിയാണ്. ആ മുതലാളി തൻ്റെ തൊഴിലാളി ജോലി ചെയ്ത് പണം വാങ്ങാതെ പോയപ്പം ഇനി കൊടുക്കണ്ടെന്ന് നിശ്ചയിച്ച ആളല്ല. എത്ര തൊഴിലാളികൾ നമ്മൾ കാണുന്നു, അവർ ന്യായമായ വേതനത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരുണ്ട്. ഞാൻ മുതലാളിമാരെ പറ്റിയും പറയാം. അങ്ങനെ 3 പേർ ഗുഹയിൽ കുടുങ്ങിക്കിടന്നപ്പോൾ അതിൽ ഒരാൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്: പടച്ചവനെ, ഞാൻ ഒരുപാട് തൊഴിലാളികൾക്ക് ജോലി കൊടുത്തിരുന്നു. അങ്ങനെ ഒരു തൊഴിലാളി എന്തു ചെയ്തില്ല? അദ്ദേഹം കൂലി വാങ്ങാതെ പോയി. ആ കൂലി ഞാൻ നിക്ഷേപിക്കുകയും അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിങ്ങനെ വർദ്ധിക്കുകയും ചെയ്തു. ഒരു പണിക്കാരൻ കൂലി വാങ്ങാതെ പോയതാണ്. ആ പണം ഞാൻ നിക്ഷേപിച്ചു. അതിങ്ങനെ വർദ്ധിച്ച് വലിയ തോട്ടമായി. ആ തോട്ടത്തിലുള്ള കന്നുകാലികളും അതുപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളുമായി മാറി. ഏതാണതിൻ്റെ അടിസ്ഥാനം? ഈ തൊഴിലാളി വാങ്ങാത്ത ആ ദിവസത്തെ കൂലിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അതാണ് വർദ്ധിച്ച് ഏറ്റവും വലിയ എസ്റ്റേറ്റായി മാറിയത്. അങ്ങനെ ഒരു ദിവസം ആ തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ കൂലി വേണം. ഞാൻ അബ്ദുള്ള അദ്ദിഹി, എനിക്കെൻ്റെ കൂലി തരണം. ഞാൻ പറഞ്ഞു, ആ കാണുന്ന മലഞ്ചെരിവ് മുഴുവൻ നിനക്കെടുക്കാവുന്നതാണ്. നീ അന്ന് വാങ്ങാത്ത കൂലിയാണ് ആ വികസിച്ച് ഡെവലപ്മെൻ്റായി വന്നിട്ടുള്ള വലിയ എസ്റ്റേറ്റ്, ആ കാണുന്നതാണ്. തൊഴിലാളി ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ല, പരിഹസിക്കുകയല്ല, നിങ്ങൾക്കതെടുക്കാം. ആ തൊഴിലാളി അവിടെയുണ്ടായിരുന്ന മുഴുവൻ കന്നുകാലികളെയും അവിടെയുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും കിട്ടാവുന്നത് കൊണ്ടുപോവുകയും ബാക്കിയുള്ളത് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. ഒന്നുപോലും ബാക്കിയാക്കിയില്ല. അദ്ദേഹം പടച്ചവനെ, അന്ന് ആ തൊഴിലാളി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൂലി വികസിച്ചു വന്ന മുഴുവൻ കാര്യങ്ങളും അവന് ഒന്നൊഴിയാതെ ഞാൻ തിരിച്ചു നൽകിയെങ്കിൽ, ഞാൻ ആ കൊടുത്തത് നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ നീ ഈ പാറയുടെ ഭാഗം ഞങ്ങളിൽ നിന്ന് അകറ്റണേ തമ്പുരാനെ. മൂന്നാമത്തെ മുതലാളിയുടെ ഈ പ്രാർത്ഥന, മൂന്നാമത്തെ വ്യക്തിയുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്ക് നാം വായിക്കുന്നത് ആ പാറ മുഴുവനായും ഗുഹയുടെ മുൻഭാഗത്ത് നിന്ന് മാറിപ്പോകുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പണിക്കൊരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. ആ വിളിക്കുന്ന ആളുകൾക്ക് നാം മാന്യമായ ന്യായമായ വേതനം, ശമ്പളം, കൂലി കൊടുക്കാറുണ്ടോ? അതല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ പണി ശരിയായിട്ടില്ല. എന്താ കാരണം? പണി മോശമായിട്ടല്ല. കാരണം എന്താ? പൈസ കൊടുക്കാൻ മടിയുണ്ടായിട്ടാണ്. അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടോ? നമ്മൾ വിലയിരുത്തണം. എപ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് ആവശ്യം വരിക? നമ്മൾ ഗുഹയിൽ കുടുങ്ങുന്ന നേരത്താണ്. എപ്പോഴാണ് ഗുഹയിൽ കുടുങ്ങുക? ആരും സഹായിക്കാനില്ലാതെ നാം പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരികയാണ്. മുന്നിൽ കൂടി വാഹനം ഇരമ്പി വരികയാണ്. എൻ്റെ വാഹനം മറ്റൊന്നുമായി കൂട്ടിമുട്ടാൻ പോവുകയാണ്. ഒരു രക്ഷയുമില്ല. ലോകത്തൊരാൾക്കും സഹായിക്കാൻ സാധ്യമല്ല. ഗുഹയിൽ കുടുങ്ങിയ ആളുകൾ അകപ്പെട്ട പോലെ അവിടെ വെച്ച് പറയാ, പടച്ചോനെ, എൻ്റെ വീട്ടിലൊരു പണിക്കാരനുണ്ടായിരുന്നു. ഞാൻ അവന് കൃത്യമായി കൂലി കൊടുത്തു, അവന് ഞാൻ ബോണസ് കൊടുത്തു, അവൻ്റെ ഒരു വിയർപ്പിൻ്റെ ഫലവും ഞാൻ ഒന്നുപോലും വഞ്ചിച്ചിട്ടില്ല. പടച്ചവനെ, ഞാനത് കൊടുത്തിട്ടുണ്ട്.
എന്ന് പറയാൻ ഈ ഒരു ആപൽ സന്ധിയിൽ നിങ്ങൾക്കും എനിക്കും സാധിക്കുമോ? നമുക്ക് സാധിക്കണ്ടേ? നേരെ മറിച്ച് എത്രയോ ആളുകളുടെ, എത്രയോ പണിക്കാരുടെ, എത്രയോ തൊഴിലാളികളുടെ കണ്ണീരിന്റെ ഗന്ധമുള്ള പണം ഒരുപക്ഷേ നമ്മുടെ വീടായി, നമ്മുടെ വാഹനമായി, നമ്മുടെ ഹോട്ടലായി, നമ്മുടെ വസ്തുവായി, നമ്മുടെ വസ്ത്രമായി മാറിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? അതാണ് അമാനത്ത്. ഇനിയിപ്പോ സഹോദരങ്ങളെ, എന്നാലിപ്പം ഇതിപ്പോൾ തൊഴിലാളിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ തൊഴിലാളികൾ എങ്ങനെയായി തീരണം? തനിക്ക് കിട്ടുന്ന, തനിക്ക് ജോലി നൽകുന്ന മുതലാളിയോടുള്ള കൂറ് എങ്ങനെയായിരിക്കണം? വൈകുന്നേരമാവുക എന്നുള്ളതല്ല, മാസം 5-ാം തീയതി ആവുമ്പോൾ ശമ്പളം വാങ്ങുക എന്നുള്ളതല്ല. അവകാശങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കണം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞു. അദ്ദേഹത്തിനുണ്ടായ 2 യോഗ്യതകൾ, ആ പെൺകുട്ടികൾ പറഞ്ഞ യോഗ്യതകൾ ഖുർആൻ എടുത്തു തിരിച്ചിട്ടുണ്ട്. ഏത് പെൺകുട്ടികൾ? അദ്ദേഹം വെള്ളം കോരിക്കൊടുത്തല്ലോ ഷുഐബ് നബിയുടെ 2 മക്കൾക്ക്. അതിൽ ഒരു പെൺകുട്ടി വാപ്പയോട് എന്ന് പറയാണ്, വാപ്പ, ഞങ്ങളെ ആ മദീനയിൽ വെച്ച് സഹായിച്ച ആ മനുഷ്യൻ 2 യോഗ്യതയുള്ള ആളാണ്. ആരാണത്? ഇന്ന ഖൈറ മനിസ്തഉജർതൽ ഖവിയുൽ അമീൻ. പിതാവേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ ആളുകൾക്ക് തിരക്ക് അനുഭവപ്പെട്ട നേരത്ത് ആടുകൾക്ക് വെള്ളം കോരിക്കൊടുക്കാൻ മുന്നോട്ട് വന്ന ആ യുവാവ് 2 ക്വാളിഫിക്കേഷൻ ഉണ്ട് അദ്ദേഹത്തിന്. ഒന്ന്, അദ്ദേഹം ഖുവ്വത്തുള്ളവനാണ്, കഴിവുള്ളവനാണ്. മറ്റൊന്ന്, വിശ്വസ്തനാണ്, അമാനത്തുള്ളവനാണ്. ഖവിയും അമീനുമാണ് അദ്ദേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശ്വസ്തനായ അമാനത്തുള്ള ആളാണ് ഈ തൊഴിലാളി എന്ന് ആര് പറയുന്നു? സർട്ടിഫൈ ചെയ്യുന്നത് ആരാണ്? ആ പെൺകുട്ടികൾക്ക് പരിചയമുള്ള, ആ മൂസാ നബിക്ക് പരിചയമുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ എന്തു വേണം? തൊഴിലാളിയുടെ ഏറ്റവും വലിയ യോഗ്യത വിശ്വസ്തത എന്നുള്ളതായി തീരണം. ജോലിക്ക് പോയാൽ ശമ്പളം വാങ്ങുന്ന കാലത്ത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. തങ്ങളുടെ അവകാശങ്ങളിൽ കിട്ടേണ്ട വർധനവിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന അധ്യാപകരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുന്നിൽ വരുന്ന ഒരൊറ്റ ഫയലും അതിൻ്റെ സമയത്ത് പരിശോധിക്കാൻ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്കൊരു പക്ഷേ എന്നെക്കാൾ അറിയാൻ പറ്റും. അവരും ശമ്പളം വാങ്ങുകയാണ്. അവിടെ അമാനത്തുണ്ടോ? അമാനത്തില്ലാതെ ആ വാങ്ങുന്ന ശമ്പളം ഹലാലാകുമോ പരിശോധിക്കണം. എവിടെ നമ്മൾ ചെന്ന് നോക്കിയാലും ശമ്പളത്തിന് പുറമെ അത് പാസ്സാവണമെങ്കിൽ കൊടുക്കേണ്ടതിൻ്റെ പേര് നിങ്ങൾക്കും എനിക്കും അറിയാൻ സാധിക്കും. അതിന് കിമ്പളം എന്നാണ് പറയുക. അതിൽ മുസ്ലിം വ്യത്യാസമുണ്ടോ? മുജാഹിദ് വ്യത്യാസമുണ്ടോ? ഹൈന്ദവൻ വ്യത്യാസമുണ്ടോ? പലപ്പോഴും ആരും വ്യത്യാസമില്ല, എല്ലാവരും വാങ്ങുകയാണ്. അവിടെ അമാനത്തുണ്ടോ പരിശോധിക്കണം. ജോലി ചെയ്യുന്നത് ഒരുപക്ഷെ വിദേശത്താണെങ്കിൽ, അറബിയുടെ കീഴിലാണെങ്കിൽ നമ്മൾ കാണുന്നു, ഒരു ദിവസം ജോലി ചെയ്യുന്ന ആൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, പിന്നെ അദ്ദേഹം വലിയ സമ്പന്നനായി മാറുന്നു. അദ്ദേഹം ഉണ്ടാക്കുന്ന വീട്, അദ്ദേഹം വാങ്ങുന്ന കാറ്, അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് നമ്മൾ കാണുമ്പോൾ എന്താ മൂപ്പർക്ക് അവിടെ പണിയുണ്ടായിരുന്നത്? നോക്കുമ്പോൾ ഒരു പണിയില്ല, മറിച്ച് എന്താ പണി? അറബിയെ അദ്ദേഹം ജീവനോടുകൂടി മയ്യത്താക്കിയിട്ട് പോന്നതാണ്. അറബിയെ വലിച്ചു എന്നാ പറയാ. മറ്റൊരു ഭാഷയിൽ പറയുമ്പോൾ മൂക്കിൽ പഞ്ഞി വെച്ചു എന്നും സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്. അറബിയെ പഞ്ഞി വെച്ച് പോന്നവനാണ്. നമ്മൾ ആലോചിക്കണം, അമാനത്തില്ലാതെ ആ വാങ്ങിക്കൂട്ടിയ, ഉണ്ടാക്കിക്കൂട്ടിയ, സ്വരൂപിച്ചു കൂട്ടിയ ആ തൊഴിലാളിയുടെ പണത്തിന് അള്ളാഹുവിങ്കിൽ എന്താണ് സ്ഥാനം? ഏറ്റവും വലിയ വഞ്ചനയല്ലേ? മൻ വസ്സന ഫലൈസ മിന്ന. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തൊഴിലാളിയായിരുന്നാലും മുതലാളിയായിരുന്നാലും അവിടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അമാനത്ത് എന്നുള്ളതാണ്. അങ്ങനെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ ഏതേത് വൈയക്തിക, സാമൂഹിക, സാമ്പത്തിക മേഖലകൾ, രാഷ്ട്രീയ രംഗത്തായിരുന്നാലും അവിടെയൊക്കെ തന്നെ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഐഡന്റിറ്റി ഈ പറയുന്ന യോഗ്യതയാണ്, അമാനത്തായിരിക്കണം. പക്ഷേ നമ്മളത് കാണുന്നില്ല. അതിൽ മുസ്ലിമീങ്ങളും അല്ലാത്തവരും വേർതിരിയുന്നില്ല. ഒരു ജോലിക്കൊരാൾ അപ്ലൈ ചെയ്താൽ അവിടെ പരിഗണിക്കുന്നത് പലപ്പോഴും അയാളുടെ ഖുവ്വത്ത് എന്ന് പറയുന്ന യോഗ്യതയല്ല. ഖുവ്വത്ത് എന്ന് പറയുമ്പം കായിക ശക്തി എന്നല്ല, ബുദ്ധിശക്തിക്കുമ്പോൾ തന്നെ പറയാം. മെൻ്റൽ പവർ, അതാണ് അയാളുടെ പഠിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എത്ര യോഗ്യതയുണ്ടെങ്കിലും, എത്ര വലിയ യോഗ്യതയുണ്ടെങ്കിലും, നെറ്റും PhD 4-5 PhD ഉണ്ടെങ്കിലും മുസ്ലിം മാനേജ്മെന്റിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ജോലി കിട്ടണമെങ്കിൽ എന്തു വേണം? മുസ്ലിം സമൂഹത്തിന് അനുവദിച്ചു കിട്ടിയ മൈനോറിറ്റി സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ എന്തു വേണം? ഈ അധ്യാപകനോ തൊഴിലാളിക്കോ അമാനത്തോ ബുദ്ധിപരമായ കഴിവോ പോരാ, മറിച്ചെന്തു വേണം?
ഇവിടെ വെക്കാനുള്ള ലക്ഷങ്ങളുടെ കിലുകിലാരവത്തിൻ്റെ വലിയ കെട്ടുകൾ വേണം. അതിൽ മുസ്ലിം മാനേജ്മെൻറ്റുകളും വ്യത്യാസപ്പെടുന്നില്ല എന്ന വസ്തുത അമാനത്ത് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കുറച്ചാളുകൾ മാത്രം, ചില കമ്മിറ്റികൾ മാത്രം രക്ഷപ്പെടുന്നു. ഇന്ന ഖൈറ മനിസ്തഗ്ജർതൽ ഖവിയുൽ അമീൻ. ഖുവ്വത്ത്, ആ ഖുവ്വത്താണ് മനസ്സിന്റെ ഖുവ്വത്ത്, അറിവിന്റെ ഖുവ്വത്താണ് ഒരാളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ. യോഗ്യതയ്ക്ക് കൊടുക്കണം മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ കൈക്കൂലി വാങ്ങാൻ പാടുണ്ടോ? 20 ലക്ഷം വാങ്ങിയിട്ട് ഒരു അധ്യാപകർ നിശ്ചയിക്കാൻ ഒരു മുസ്ലിം മാനേജ്മെന്റിന് പറ്റുമോ? നിങ്ങൾ പരിശോധിക്കണം. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്നത് അതാണ്. എന്താ കാരണം? ഇസ്ലാമികമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പ്രാവർത്തികമാക്കാൻ മുസ്ലിമീങ്ങൾ നമ്മൾ തയ്യാറാകണില്ല. അവിടെയാണ് ക്ലാസുകൾ ഫലം നമുക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ ആരാധനാപരമായ കാര്യങ്ങളിൽ നാം തസ്കിയത്ത് നമുക്ക് ലഭിക്കുന്ന പോലെ, നമുക്കതിൽ കൃത്യമായ പാഠം ലഭിക്കുന്ന പോലെ നമ്മുടെ സാമ്പത്തിക, വൈയക്തിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്ത് ഈ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അമാനത്തുകൾ പാലിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് കിട്ടിയ അറിവ് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് അള്ളാഹു തആല ഈമാൻ നൽകുമാറാവട്ടെ. നമ്മളിൽ സംഭവിച്ചു പോയ ദോഷപാപങ്ങൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അർഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവർക്കും ഞങ്ങൾക്ക് നീ ശിഫ നൽകുമാറാകണേ തമ്പുരാനെ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്ത ആളുകൾ, അവരുടെ വലിയ കുടുംബങ്ങൾ, അള്ളാഹുവേ ആ മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്ത്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.